അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ചില H-1B വിസ അപേക്ഷകർക്ക് കർശനമായ പരിശോധന ഏർപ്പെടുത്താൻ ട്രംപ് ഭരണകൂടം ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. US നയതന്ത്ര ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് നൽകുന്ന സ്പെഷ്യാലിറ്റി ഒക്യുപ്പേഷൻ വിസകൾക്കായി അപേക്ഷിക്കുന്നവരുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലുകൾ വിശദമായി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടതായി റോയിറ്റേഴ്സ് പുറത്തുവിട്ട ഒരു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബർ 2 അയച്ച ഈ സന്ദേശം എല്ലാ US മിഷനുകളിലേക്കുമാണ് അയച്ചത്. ഇതിൽ H-1B വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലുകളും റെസ്യൂമുകളും വിശദമായി പരിശോധിക്കാൻ കോൺസുലർ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ അപേക്ഷകരോടൊപ്പം യാത്ര ചെയ്യാൻ സാധ്യതയുള്ള കുടുംബാംഗങ്ങളെയും പരിശോധിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ പുതിയ നിർദ്ദേശം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുക, ഉള്ളടക്കം നിയന്ത്രിക്കുക, വസ്തുതകൾ പരിശോധിക്കുക, നിയമങ്ങൾ പാലിക്കുക, ഓൺലൈൻ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ അപകട സൂചന കാണിക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധമുള്ള മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് ലക്ഷ്യമിടുന്നത്. അങ്ങനെയെങ്കിൽ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിന്റെ ഒരു വകുപ്പ് പ്രകാരം ഈ അപേക്ഷകർക്ക് H-1B വിസ നിഷേധിക്കപ്പെട്ടേക്കാം. ഇതുകൂടാതെ 2025 ഡിസംബർ 3 പുറത്തിറങ്ങിയ ഒരു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പത്രക്കുറിപ്പിൽ H-1B വിസക്കാരെയും അവരുടെ ആശ്രിതരെയും സംബന്ധിച്ചുള്ള പരിശോധനകൾ വിപുലീകരിച്ചതായി അറിയിച്ചിട്ടുണ്ട്. ഇതിനകം വിദ്യാർത്ഥികൾക്കും എക്സ്ചേഞ്ച് വിസിറ്റർമാർക്കും ഈ പരിശോധനകൾക്ക് വിധേയരാകേണ്ടി വരുന്നുണ്ട്. പുതിയ നിയമമനുസരിച്ച് ഈ പരിശോധനകൾ സുഗമമാക്കുന്നതിന് H-1B വിസക്കും അവരുടെ ആശ്രിതർക്കും FMJ നോൺ ഇമിഗ്രന്റ് വിസകൾക്കും അപേക്ഷിക്കുന്ന എല്ലാവരും അവരുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളുടെയും സ്വകാര്യതാ ക്രമീകരണങ്ങൾ പബ്ലിക്കായി ക്രമീകരിക്കണം. സംരക്ഷിക്കപ്പെട്ട അഭിപ്രായങ്ങളെ സെൻസർഷിപ്പ് ചെയ്യുകയോ സെൻസർഷിപ്പ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്തതായി തെളിവ് കണ്ടെത്തുകയാണെങ്കിൽ അപേക്ഷകൻ യോഗ്യനാണെന്ന് കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കണം. റോയിറ്റേഴ്സ് ഉദ്ധരിച്ച സന്ദേശത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാവിധ അപേക്ഷകരും ഈ പരിശോധനകൾക്ക് വിധേയരാകുമെങ്കിലും സന്ദേശമനുസരിച്ച് H-1B വിസ ലഭിക്കാൻ സാധ്യതയുള്ളവരാണ് പ്രധാനമായും ഈ നിർദ്ദേശത്തിൻ്റെ ലക്ഷ്യം. ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ ലക്ഷ്യമിടുന്ന ഈ കർശനമായ നയം പ്രത്യേകിച്ച് US ടെക് കമ്പനികളിൽ നിന്നുള്ള ധാരാളം അപേക്ഷകരെ ബാധിക്കും. ഈ കമ്പനികൾ പ്രധാനമായും ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള തൊഴിലാളികളെയാണ് ആശ്രയിക്കുന്നത്. റോയിറ്റേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് ഈ സന്ദേശം അപേക്ഷകരുടെ ടെക്നോളജി മേഖലയുമായുള്ള ബന്ധം പലപ്പോഴും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സാമ്പത്തിക സേവന കമ്പനികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അവ സംരക്ഷിക്കപ്പെട്ട അഭിപ്രായങ്ങൾ അടിച്ചമർത്തുന്നതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് എടുത്തു കാണിക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായി സന്ദേശം US കോൺസുലർ ഉദ്യോഗസ്ഥരോട് അപേക്ഷകരുടെ തൊഴിൽ ചരിത്രങ്ങൾ വിശദമായി പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടില്ലെന്ന് ഉറപ്പാക്കാനാണ് ഈ നിർദ്ദേശം. US പ്രസിഡന്റിന്റെ പുതിയ $1,00,000 H-1B വിസ ഫീസ് പുതിയ സൈക്കിളുമായി ബന്ധപ്പെട്ട അപേക്ഷകർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കെ ഈ കർശനമായ പരിശോധനാ നയം പുതിയതും പഴയതുമായ അപേക്ഷകർക്ക് ഒരുപോലെ ബാധകമാണ്. ഈ പുതിയ വെളിപ്പെടുത്തൽ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഭരണകൂടം സ്വതന്ത്ര സംസാരത്തെ അടിച്ചമർത്തുന്നു എന്ന ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ അനുയായികളുടെയും നിരന്തരമായ ആരോപണങ്ങളുമായി യോജിച്ചു പോകുന്നതാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യേകിച്ച് യാഥാസ്ഥിതിക ശബ്ദങ്ങളെ ഇത് തടസ്സപ്പെടുത്തുന്നു എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. വർഷങ്ങളായി തന്റെ മുൻഗാമിയുടെ സർക്കാർ സെൻസർഷിപ്പിനെ ട്രംപ് ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ വർഷം തന്റെ 2ാം സത്യപ്രതിജ്ഞാ ദിനത്തിൽ സംസാര സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുകയും ഫെഡറൽ സെൻസർഷിപ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക എന്ന പേരിൽ ഒരു പ്രസിഡൻഷ്യൽ നടപടി വൈറ്റ് ഹൗസ് പുറത്തിറക്കിയിരുന്നു. H-1B വിസ അപേക്ഷകർക്ക് ലിങ്ക്ഡിൻ പ്രൊഫൈലുകൾ പരിശോധിക്കുന്നത് ഒരു പുതിയ കാര്യമല്ല. എന്നാൽ ഈ പുതിയ നിർദ്ദേശം സോഷ്യൽ മീഡിയയിലെ പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ച് സെൻസർഷിപ്പ് പോലുള്ള കാര്യങ്ങളെ വിസ നിഷേധിക്കാനുള്ള കാരണമായി കണക്കാക്കാൻ കോൺസുലർ ഉദ്യോഗസ്ഥരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ മാറ്റം. ഇത് ടെക്നോളജി മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി വിദേശ തൊഴിലാളികളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ നയം അമേരിക്കൻ തൊഴിൽ വിപണിയിൽ വിദേശ തൊഴിലാളികളുടെ പങ്കിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും ജീവൻ നൽകിയിരിക്കുകയാണ്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങളുടെ ഭാഗമായി വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്ന US കമ്പനികൾക്ക് ഇതൊരു വെല്ലുവിളിയായി മാറിയേക്കാം. പ്രത്യേകിച്ച് ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ കണ്ടെത്താനും നിലനിർത്താനും ബുദ്ധിമുട്ട് നേരിടുന്ന ടെക് കമ്പനികൾക്ക് ഇത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാം. ഈ കർശനമായ പരിശോധനകൾ വിസ നടപടിക്രമങ്ങൾ കൂടുതൽ സങ്കീർണവും സമയമെടുക്കുന്നതുമാക്കാനും സാധ്യതയുണ്ട്. ട്രംപിന്റെ ഭരണകാലത്ത് പലപ്പോഴും വിദേശ തൊഴിലാളികളെയും കുടിയേറ്റക്കാരെയും സംബന്ധിച്ചുള്ള നയങ്ങളിൽ കർശനമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ പുതിയ H-1B വിസ പരിശോധനാ നയം ആ നയങ്ങളുടെ തുടർച്ചയായി കാണാവുന്നതാണ്. ഇത് അമേരിക്കൻ തൊഴിൽ വിപണിയിൽ അമേരിക്കൻ പൗരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പിലാക്കുന്നത്. എന്നാൽ ഇത് വിദേശ പ്രതിഭകളെ ആകർഷിക്കുന്നതിൽ അമേരിക്കയുടെ സ്ഥാനം ദുർബലപ്പെടുത്തുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ ഇത് അമേരിക്കൻ വിസ നയങ്ങളെയും വിദേശ തൊഴിലാളികളെയും എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കും.
നിലവിൽ ഈ പുതിയ നിർദ്ദേശങ്ങൾ വിസ അപേക്ഷകർക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ടെക്നോളജി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലുകളും സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളും കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടി വരും.